ഓക്കെ, നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പോൾ സ്റ്റാർ ആണ്. ക്വസ്റ്റ്യൻ തന്നേക്കെന്ന് പറഞ്ഞാൽ 22 സെപ്റ്റംബർ PM 2008 DR ലോങ്ങിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ DR ലോങ്ങിറ്റ്യൂഡ് വന്നേക്കുക 160 ഡിഗ്രി 12 മിനിറ്റ്സ് വെസ്റ്റ് എന്ന് പറഞ്ഞു. സെക്ഷൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വന്നേക്കുക പൊളാരിസ് 36 ഡിഗ്രി 18.6 സെക്ഷൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വന്നേക്കുക. GPS ക്ലോക്ക് വിത്തൗട്ട് ഡേറ്റ് നമുക്ക് തന്നേക്കുന്നത് 05 hours 21 minutes 08 seconds. ഇൻഡെക്സ് എറർ വന്നേക്കുക 2.8 minutes ഓൺ എന്ന് വന്നേക്കുക. ഹൈറ്റ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ 10 meter. പൊളാരിസ് ബോർ 002 ഡിഗ്രി ഗൈറോ, ഫൈൻ ഗൈറോ എറർ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് GPS ടൈമാണ് തന്നേക്കുന്നത്. പക്ഷേ GPS ടൈമിൽ നമുക്ക് ഡേ തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ LMT നമ്മൾ ചെക്ക് ചെയ്യണം, അതായത് ടൈം ചെക്ക് ചെയ്യണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ GMT എടുത്തു. 22nd ഡേ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന ഡേ 22nd ഡേ GMT ആയിട്ട് എടുത്തു. എന്നിട്ട് GPS ക്ലോക്ക് എഴുതി വെച്ചു. അതിനിട്ട് LIT, അതായത് നമ്മുടെ ലോങ്ങിറ്റ്യൂഡ് തന്നേക്കുന്ന ലോങ്ങിറ്റ്യൂഡ് ഡിവൈഡ് ബൈ 15 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് LIT കിട്ടി. LIT കിട്ടിക്കഴിഞ്ഞ് വെസ്റ്റ് ആണെങ്കിൽ മൈനസും ഈസ്റ്റ് ആണെങ്കിലും പ്ലസ് ചെയ്യുക. ഇവിടെ വെസ്റ്റ് ആണെങ്കിൽ മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ GMT നിന്ന് LIT മൈനസ് ചെയ്യുക. പക്ഷേ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും 8 സെക്കൻഡിൽ നിന്ന് 48 സെക്കൻഡ് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മൈനസ് വാല്യൂ വരുന്നത്. പക്ഷേ നമ്മൾ ഇവിടുന്ന് 1 മിനിറ്റ് കടമെടുത്തു, അതായത് 60 സെക്കൻഡ്സ് എടുത്തു. 60 സെക്കൻഡ്സ് പ്ലസ് 8 68 സെക്കൻഡ്. 68 സെക്കൻഡ് മൈനസ് 48 എന്ന് പറയുമ്പോൾ 20 സെക്കൻഡ്. അതേപോലെ ഇതെല്ലാം ചെയ്യും. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ദിവസം കടമെടുക്കും, 24 മണിക്കൂറാവും. 24 + 5 -10 19 മണിക്കൂറിന് കിട്ടും. അപ്പം ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റത്തെ ഇതിൽ ഡേ വെച്ച് ചെയ്തപ്പോഴത്തേക്ക് 22nd ഡേ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 22nd ഡേ വെച്ച് ചെയ്തപ്പോഴത്തേക്ക് 21st ഡേയിലോട്ട് LMT പോയി. പക്ഷേ നമുക്ക് LMT വേണ്ടതെന്ന് പറഞ്ഞാൽ 22nd ഡേയിലാണ്. കാരണം ക്വസ്റ്റ്യൻ തന്നേക്കുന്ന എന്താണോ അത് തന്നെ നമുക്ക് LMT കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, GMTനെ ഒരു ദിവസം മുന്നിലോട്ട് കൊണ്ടുപോയി 23rd ഡേ ആക്കി. ബാക്കിയെല്ലാം സെയിം അതേപോലെ തന്നെ ചെയ്തു. LIT നമുക്ക് 22nd ഡേയിലോട്ട് LMT കിട്ടി. ഇനി നമുക്ക് വെസ്റ്റ് LIT വെസ്റ്റ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. ഇവിടെ നമുക്ക് വെസ്റ്റ് ആയതുകൊണ്ട് മൈനസ് ചെയ്യേണ്ട, ഇവിടെ മൈനസ്. ഈസ്റ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ പ്ലസ് ചെയ്തേനെ. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ PM ആണ്. നമുക്ക് കിട്ടിയ LMT PM ആയതുകൊണ്ട് കുഴപ്പമില്ല, കഴിഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ GMT വെച്ചിട്ട് അലമനാക്ക് യൂസ് ചെയ്യുക. 22nd സെപ്റ്റംബർ എടുക്കുക. ഏരീസിൽ പോവുക. എത്ര അവറാണ്? 05 hours നോക്കുക. നമുക്ക് 05 hours 77 ഡിഗ്രി 25.2 കിട്ടി, 2 minutes. അതാണ് നമ്മുടെ GH ഏരീസ് എന്ന് പറയുന്നത്. അടുത്ത ഇനി ഇൻക്രിമെൻ്റ് ടേബിളിൽ പോവുക. 21 മിനിറ്റ് 8 സെക്കൻഡ്. 21 മിനിറ്റ് എടുക്കുക, 8 സെക്കൻഡിലോട്ട് പോവുക ഏരീസിൽ. അപ്പം 5 ഡിഗ്രി 17.9 കിട്ടി. 5 ഡിഗ്രി 17.9. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് GMTക്കുള്ള GH ഏരീസ് കിട്ടി. ആ GH ഏരീസിൽ നിന്ന് ലോങ്ങിറ്റ്യൂഡ് വെസ്റ്റ് ആണെങ്കിൽ മൈനസ് ചെയ്യുക, ഈസ്റ്റ് ആണെങ്കിൽ പ്ലസ് ചെയ്യുക. അപ്പം ഇവിടത്തെന്ന് വെച്ചാൽ GHനേക്കാളും വലുതാണ് ലോങ്ങിറ്റ്യൂഡ്. അപ്പം മൈനസ് വാല്യൂ കിട്ടും. ഒരു മൈനസ് വാല്യൂ കിട്ടിക്കോട്ടെ. ആദ്യം +360 ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ LH. ഇനിയിപ്പോൾ മൈനസ് വാല്യൂ വന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണോ വരുന്നത് അത് തന്നെയാണ് നമ്മുടെ LH എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്ഷൻ്റെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കുകയാണ്. നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് സെക്ഷൻ്റെ ഓൾട്ടിറ്റ്യൂഡ് 36 ഡിഗ്രി 18.6 മിനിറ്റ്സ് എന്ന്. ഇൻഡെക്സ് എറർ തന്നേക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സ് എറർ. ഓൺ ആണെങ്കിൽ മൈനസ്, ഓഫ് ആണെങ്കിൽ പ്ലസ്. ഇവിടെ ഓൺ ആയതുകൊണ്ട് നമ്മൾ മൈനസ് ചെയ്തു. നമുക്ക് ഒബ്സേർവ്സ് ഓൾട്ടിറ്റ്യൂഡ് കിട്ടി. ഡിപ്പ് നമ്മൾ ഫസ്റ്റ് പേജ്, അലമനാക്കിൻ്റെ ഫസ്റ്റ് പേജിൽ പോവുക. റൈറ്റ് സൈഡ് ടേബിൾ, അതാണ് നമ്മുടെ ഡിപ്പ്. അതിനകത്തുനിന്ന് എത്ര നമ്മുടെ ഡിപ്പ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് 10 meters. 10 meters എടുക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ 5.6 മൈനസ് ചെയ്യുക. മൈനസ് ചെയ്തു. നമുക്ക് അപ്പാരൻ്റ് ഓൾട്ടിറ്റ്യൂഡ് കിട്ടി. അടുത്ത നമ്മൾ സെയിം സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സിനകത്തുനിന്ന് ഏരീസ് സ്റ്റാർ ആയതുകൊണ്ട് സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സിനകത്തുനിന്ന് നമുക്ക് ട്രൂ കറക്ഷൻ എടുക്കുക. ഏതിന്? അപ്പാരൻ്റ് ഓൾട്ടിറ്റ്യൂഡിന് 36 ഡിഗ്രി 10.6. 36 ഡിഗ്രി 10.6ന് 1.3 ആയിരിക്കും നമ്മുടെ ട്രൂ കറക്ഷൻ എന്ന് പറഞ്ഞാൽ. അതും ഇവിടെ മൈനസ് ആണ്. ഇവിടെ
ഏത് സൈനാണോ അത് തന്നെ ചെയ്യുക. ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് ചെയ്യുക. നമുക്ക് അപ്പോൾ കിട്ടുന്നതാണ് ട്രൂ ആൾട്ടിറ്റ്യൂഡ്. അടുത്ത ഇനി ഇൻക്രിമെൻറ്റ് ടേബിളിൻ്റെ ജസ്റ്റ് മുമ്പിലുള്ള പൊളാരിസ് ടേബിളിലോട്ട് പോവുക. പൊളാരിസ് അല്ലെങ്കിൽ പോൾസ്റ്റാർ ടേബിളിലോട്ട് പോവുക. നമ്മുടെ LHA യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് LHA കിട്ടിയത് 282 ഡിഗ്രി 31.1 282 ഡിഗ്രി. ഇവിടെ 282 289 എന്ന് പറഞ്ഞൊരു ടേബിൾ കാണും. ആ സെയിം ലൈനിൽ താഴത്തോട്ട് ഇത് 280 0 1 2 3 എന്ന് സൈഡിൽ എഴുതിയിട്ടുണ്ട്. അതായത് 280 281 282 അങ്ങനെയാണ്. നമുക്ക് വേണ്ടത് 282.5 282 എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഇവിടെ വരും 282.5. അതായത് 31 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 5 എന്ന് വരും. ഒരു മെൻ്റൽ ഇൻ്റർപോളേഷൻ ചെയ്യുക. നമുക്കപ്പം ഓൾമോസ്റ്റ് 1 ഡിഗ്രി 18.6 കിട്ടും. കാരണം അപ്രോക്സിമേറ്റ്ലി മിഡ് പാർട്ട് ആയതുകൊണ്ട് പകുതി എടുത്താൽ മതി. അപ്പോൾ 1 ഡിഗ്രി 18.6 എന്ന് കിട്ടി. A1 എന്ന് പറഞ്ഞാൽ സെയിം ടേബിളിൽ കൂടെ തന്നെ താഴത്തോട്ട് വരിക. നമുക്കിവിടെ ലാറ്റിറ്റ്യൂഡ് തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ ട്രൂ ആൾട്ടിറ്റ്യൂഡ് എടുക്കുക. അതായത് 36 ഡിഗ്രി 8.1 36 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 40 ഡിഗ്രിയും 30 ഡിഗ്രിയും 0.5 ആയതുകൊണ്ട് 0.5 തന്നെ എടുത്തു. 0.5 മിനിറ്റ്സ് ആണ്, ഡിഗ്രി അല്ല. താഴത്തോട്ട് വരിക. A2 എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സെപ്റ്റംബറാണ്. സെയിം ടേബിൾ ഇവിടെ തന്നെ താഴത്തോട്ട് വരിക. സെപ്റ്റംബർ 0.9 മിനിറ്റ്സ് എന്ന് കിട്ടും. 0.9 മിനിറ്റ്സ് അത് എഴുതി. ലാസ്റ്റ് -1 ഡിഗ്രി ചെയ്യുക. ഇത് എല്ലാം ആഡാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് -1 ഡിഗ്രി ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഒബ്സോസ്ലാറ്റ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്, പൊളാരിസ് എപ്പോഴും നോർത്തായിരിക്കും. പിന്നെ നമ്മുടെ അസിമത്ത് എന്ന് പറയുന്നത് ആ സെയിം ഇതിൽ കൂടെ തന്നെ താഴത്തോട്ട് വരിക. നമുക്കപ്പം ആ സെയിം ടേബിളിൽ കൂടെ തന്നെ താഴത്തോട്ട് വരിക. നമുക്ക് കിട്ടിയ ഒബ്സോസ് ലാറ്റിറ്റ്യൂഡ് ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുക. ആ ഒബ്സോസ് ലാറ്റിറ്റ്യൂഡ് അവിടെ വരുമോ അത് വെച്ചിട്ട് നമുക്ക് അസിമത്ത് ട്രൂ കണ്ടുപിടിക്കുക. അസിമത്ത് ട്രൂ കണ്ടുപിടിച്ചു. 0.8 ഡിഗ്രി ട്രൂ എന്ന് കിട്ടി. 0.8 ഡിഗ്രി. നമുക്ക് അസിമത്ത് ഗൈറോ തന്നിട്ടുണ്ട്, 2 ഡിഗ്രി ഗൈറോ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന എറർ കണ്ടുപിടിക്കുകയാണ്. ഇത് തമ്മിൽ മൈനസ് ചെയ്യുക. ഗൈറോ കൂടുതലായതുകൊണ്ട്, അതായത് 0.8നേക്കാളും 2 ഡിഗ്രി വലുതാണ്. 0.8നേക്കാളും 2 ഡിഗ്രി കൂടുതലായതുകൊണ്ട് എറർ എന്ന് പറയുന്നത് തമ്മിലുള്ള ഡിഫറൻസ് ഹൈ ആയിരിക്കും. അടുത്ത ഇനി നമ്മുടെ LOP എന്ന് പറയുന്നത് അസിമത്ത് 0.8 പ്ലസ് ആൻഡ് -90. അതായത് +90 ഇങ്ങോട്ട് +90 ഇങ്ങോട്ട് -90. അതാണ് നമ്മുടെ LOP എന്ന് പറയുന്നത്. എന്നിട്ട് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതി വെക്കുക. LOP = എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ പൊളാരിസ്. കഴിഞ്ഞു.